എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇന്നലെ വൈകുന്നേരത്തോട് ചേട്ടാ പറയുന്നല്ലേ ചേട്ടാ ഇത്? ഇന്നലെ വൈകുന്നേരം പറഞ്ഞു ഇന്ന് നടക്കത്തില്ല, നാളെ ആൾ നടക്കുമെന്ന് പറഞ്ഞു. അതല്ല സാർ, പ്രശ്നമല്ല. ഞാൻ കാര്യം എത്ര ഒച്ച ഇടുന്നല്ല സാർ, ഞാൻ ഒച്ച ഇടുന്നതല്ല, ഞാൻ കാര്യം പറയുന്ന. നിങ്ങൾക്ക് ഇത്ര ബോധമുണ്ടോ? നിങ്ങളെ ലിറ്റർ അതെ, നിങ്ങളത് ഡയറക്റ്റ് ഒന്ന് പറയാമോ? നിങ്ങൾ പറയുന്നേ, നിങ്ങളുടെ പേര് വിനോദനല്ലേ? നിങ്ങൾ ഇനി പറ. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ലെറ്റർ നോട്ട് ചെയ്ത് എൻ്റെ നമ്പർ എല്ലാം മേടിച്ചു. നിങ്ങൾ ഇത്ര എഴുതി തന്നാൽ മതി. മരത്തേന്ന് കറണ്ട് അടിച്ചിട്ട് ആർക്കും ഒരു കംപ്ലൈന്റ് ആർക്കും ഒന്നും പറ്റില്ലെന്ന് എഴുതിത്താ നിങ്ങൾ. വെളിയാർക്കൊന്നുമല്ല, ഇവിടെ തന്നെ തീരുമാനം ഉണ്ടാക്കിയിട്ടല്ലേ നീ ഉള്ളൂ. ഇന്നലെ തൊട്ട് പൊട്ടം കളിപ്പിക്കുവാണല്ലോ നിങ്ങള്. ആന നിങ്ങളെ ഓഫീസാന്ന് പറഞ്ഞു. 6 മണി അല്ല, ഇന്നലെ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. രാവിലെ ഒന്ന് ശരിയാക്കി തരും. താനെന്തിനാ എന്റെ അടുത്ത് പിന്നെ കോപ്പ ആരെയാ പേടിപ്പിക്കുന്നത്? കയ്യാങ്കളി കളിക്കുന്ന അടിച്ച മോറയെ പൊടിക്കും കേട്ടോ. എന്താ കോപ്പല്ലേ? എനിക്ക് ലെറ്റർ ചെയ്തോന്നേരം ഞാൻ അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ കറണ്ട് അടിക്കത്തില്ലെന്ന്. ലെറ്റർ ചെയ്താ നിങ്ങള് കറണ്ട് അടിക്കില്ല, ആൾക്കൊരു പ്രശ്നമില്ല. അതിനെ എഴുതാൻ പറ്റുന്ന 29-ാം തീയതി ബുധനാഴ്ച ഭരണങ്ങാനം KSEB സെക്ഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥലത്ത് ഒരു മരം ചുവടെ പിഴുത് ലൈൻ കമ്പിയിലോട്ട് വീണു. ഈ മരം ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്ന തൊട്ടടുത്തൂടെ റോഡുമുണ്ട്. ആ റോഡിൻ്റെ സൈഡിലോട്ട് നിന്ന കമ്പിയിലോട്ടാണ് ഇത് വീണത്. ബുധനാഴ്ച വീണു. ഈ മരം വീണ് കഴിഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു യുവാവ് നേരെ KSEB വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. കാരണം ഈ കമ്പിയിൽ കറണ്ട് ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾ അടിയിൽ കണ്ടമാനം ഓടിക്കളിക്കുന്നു. പ്രത്യേകിച്ച് അവധി സമയമാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സട കുടഞ്ഞ് എഴുന്നേൽക്കുന്ന സംവിധാനമാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. പിന്നെ വേണമെങ്കിൽ നാട്ടിലുള്ള ലൈനെല്ലാം നിരോധിക്കും, വേണമെങ്കിൽ മരങ്ങളെല്ലാം നിരോധിക്കും, എന്തും ചെയ്യാൻ വകുപ്പുണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരാൾ മരിച്ചു കഴിഞ്ഞു വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നതുകൊണ്ട് നിരന്തരം ബോർഡിലോട്ട് വിളിച്ചു. ഉച്ചയ്ക്ക് വിളിച്ചു, വൈകുന്നേരം വിളിച്ചപ്പോൾ അവന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. 6 മണി വരെ KSEBക്ക് ഡ്യൂട്ടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യല. അപ്പോൾ 6 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് ഇവന്മാർ ഈ ഫീസ് ഊരുന്നതിനൊന്നും ഇവന്മാർക്ക് കുഴപ്പമില്ല താനും. അത് കഴിഞ്ഞിട്ട് പിന്നെ വ്യാഴാഴ്ച രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. അവസാനം ഉച്ചയോടുകൂടി ഇവന്മാർ കറണ്ട് വീണ്ടും ചാർജ് ചെയ്തപ്പോൾ യുവാവും ഭാര്യയും കൂടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം ചെന്ന് പറഞ്ഞു പിള്ളേരെ ഒന്നും വെളിയിൽ ഇറക്കി വിടരുത്, ഇന്ന മരത്തെ കൂടെ എല്ലാം കറണ്ടുണ്ട്, അത് കറണ്ട് അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് അവസാനം ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം വിനോദ് എന്ന് പറയുന്ന ഒരു യൂണിയൻ്റെ ആളാന്ന് തോന്നുന്നു, അല്ലെ അവൻ അത്രയും തൻ്റെ ഇടം കാണിക്കല. അയാളുടെ വർത്തമാനത്തിൻ്റെ അവിടുത്തെ പെരുമാറ്റത്തിൻ്റെ രീതിയുടെ വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത്. എന്തുകൊണ്ടാണ് KSEBക്കാർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ഇനി വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. അവരോട് തന്നെ പറയാണ്ട്, ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കറണ്ട് ഇല്ലെന്നുള്ള ആൾക്കാരുടെ പരാതി, ഇതിപ്പോൾ കറണ്ട് ഉണ്ടെന്നുള്ളതാണോ നിങ്ങളുടെ പരാതി എന്നും. അതായത് വീടിൻ്റെ മുറ്റത്ത് നിന്ന് ചെറിയൊരു മരം മറിഞ്ഞ് അപ്പുറത്തോട്ട് വീണിട്ട്, അത് വാടക വീടാണ്, മരം മറിഞ്ഞ് അപ്പുറത്തെ കമ്പിയിലോട്ട് വീണിട്ട് അത്തെ കൂടെ കറണ്ട് കയറി നാട്ടിൽ മുഴുവനുള്ള ചെറുപ്പക്കാർക്കൊക്കെ അല്ലെങ്കിൽ ആളുകൾക്കെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യം പറഞ്ഞപ്പോഴും ചോദിക്കുന്ന കറണ്ട് ഉള്ളതാണോ നിങ്ങളുടെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവനെ എല്ലാം തിരികെ കയറ്റിയേക്കുന്നത് ഈ പുറകെ കൂടെ എഴുതാനും വായിക്കാനും അറിയത്തില്ല തലവലാദികളെയെല്ലാം യൂണിയൻ്റെ ബലത്തിൽ കയറ്റി ഇരുത്തിയേക്കുന്നതിൻ്റെ മുറയായി കാണിക്കുന്നത്. പണ്ട് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതായിരുന്നു സൂക്കേട്.
അപൂർവം ചില ജോലിക്കാരെ ഉള്ളായിരുന്നു പണിയെടുക്കുന്നവർ. അന്ന് ടെലിഫോൺ ഈ BSNL മാത്രമല്ലേ ഉള്ളൂ, ടെലികോൺ മാത്രമേ ഉള്ളൂ. അന്ന് എന്നൊക്കെ പരാതികളാണ്. കണക്ഷനില്ല, ലൈനില്ല, ബെല്ലില്ല, റിങ്ങില്ല, കമ്പി പൊട്ടി, കേബിൾ പൊട്ടി, നിരന്തരം പരാതികളാണ്. എന്നാൽ സ്വകാര്യ കമ്പനികൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് റിലയൻസ് ആണേലും ഐഡിയ ആണേലും വോഡഫോൺ ആണേലും എയർടെൽ ആണേലും അതുപോലെയുള്ള കമ്പനികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഉപഭോക്താവിന് ആവശ്യമുള്ളതുപോലെ തിരഞ്ഞെടുക്കാവുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ തിരഞ്ഞെടുക്കാവുന്നൊരു സാഹചര്യം വന്നപ്പോഴത്തേനും ഈ BSNLൻ്റെ സൂക്കേടും തീർന്നു. BSNL ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ട് പോലും കുറേശ്ശെ എണ്ണത്തിന് അങ്ങ് പറഞ്ഞു വിട്ട് ഇപ്പം BSNLന് ഈ പറയുന്ന സ്റ്റാഫും ഇല്ല, BSNL വലിയ കുഴപ്പമില്ലാതെ പോകുന്നുമുണ്ട്, ആളുകൾക്ക് ആവശ്യം പോലെ തിരഞ്ഞെടുക്കാവുന്ന ഒരു സാഹചര്യമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ട് ഈ കേരളത്തിൽ ഈ KSEB എന്ന കൊള്ളക്കാർ ഈ പ്രൈവറ്റ് കമ്പനിക്കാരൻ്റെയും അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിൽ നിന്നൊക്കെ ഈ കറണ്ട് ഇങ്ങോട്ട് മേടിച്ച് ജനത്തിന് വിതരണം ചെയ്യുന്നിടത്ത് ഇത് കൂട്ട് കുറച്ച് കൊള്ളക്കാർ, അതിൽ തന്നെ മെയിൻ്റനൻസ് മുഴുവൻ, റിപ്പയറിങ് മുഴുവൻ കരാറാണ്. പിന്നെ എന്തിനാണ് ഈ കാക്കിയിട്ട കുറേ സാറുമാരെ ആൾക്കാരെ തെറി വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഓഫീസ് ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് കരാർ കൊടുത്താൽ, ഇത് കൊടുക്കാൻ പറ്റുകയില്ലാത്തത് കുറച്ച് യൂണിയൻകാർക്കും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറേ നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമേ ഉള്ളൂ. കാരണം 4 രൂപ 29 പൈസയ്ക്ക് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് എഗ്രിമെൻറ്റ് വെച്ചിരുന്ന കരാർ ക്യാൻസൽ ചെയ്തിട്ട് 8 മുതൽ 14 വരെയുള്ളത് ആക്കി തൊലിച്ചിട്ട് ജനത്തിനിട്ട് ഇങ്ങനെ കൊടുക്കണേ. ഈ ഇടയ്ക്ക് ഈ KSEB എന്ന് പറഞ്ഞൊരു കൊള്ളസംഘം വേണ്ടേ? അതുകൊണ്ടല്ലേ ഈ 2 മാസത്തെ ബില്ലെടുക്കുന്നതുകൊണ്ടല്ലേ പലരും വലിയ സ്ലാബിലോട്ട് പോകുന്നത്. എന്നാൽ റിലയൻസ് പോലെയോ ഇപ്പം നമ്മൾ മനസ്സിലാക്കുമ്പം NTPC, NHPC, അദാനി പവർ, ടാറ്റ പവർ, JSW എനർജി എന്നൊക്കെ പറയുന്ന കമ്പനികൾക്ക് കറണ്ടുണ്ട്. അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പല സെക്ഷനായിട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ കേരളം മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് സൗകര്യം പോലെ ഇതെടുത്തിട്ട് അത് പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യാം. 10 ദിവസത്തെ കറണ്ട് മതി, 10 ദിവസത്തേന് ഇത്ര യൂണിറ്റ് എന്നും പറഞ്ഞ് അങ്ങ് പ്രീപെയ്ഡ് ചെയ്യാമല്ലോ. മാന്യമായിട്ട് സർക്കാരിന് ടാക്സും കിട്ടും. ഇത് കൂട്ട് നാറികളുടെ വിരട്ടും ഭീഷണിയൊന്നും കേൾക്കാൻ വേണ്ട. വിനോദം കണ്ട അവൻ്റെ പേര് എന്നാ മുറയായിരുന്നു. അവൻ അവിടെ ഇരുന്ന് ഒരു മിഷൻ എടുത്ത് അയാളുടെ തലയടിക്കാനോട് തുടങ്ങി. സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നുള്ളതിൻ്റെ അവൻ വലിയ യൂണിയൻ്റെ മറ്റിടത്തെ പുള്ളിയായിരിക്കും, അതായിരിക്കും അവൻ ഇത്രയും മെണപ്പ്. അതുകൊണ്ട് ഇവനെ പോലെ മുറയെടുക്കുന്നവനെ എല്ലാം ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, എഴുത്തും വായന അറിയത്തില്ലാത്ത ലൈമാന് വരെ 1,00,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമാണ്. 1-1.5 ഇവന്മാർക്ക് ശമ്പളം ഉണ്ടെന്നാണ് പറയുന്നത്. ആ ശമ്പളത്തിൻ്റെ അഹങ്കാരം കൂടി കാണിക്കുന്നത്. പ്രീപെയ്ഡ് ആയിട്ട് ആളുകൾക്ക് ചാർജ് ചെയ്ത് കറണ്ട് എടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് ഫോണിന് പോകാമെങ്കിൽ കറണ്ടിന് എന്തുകൊണ്ട് പോയിക്കൂടാ? അത് സുഖമായിട്ട് നടക്കാൻ പറ്റും. ആളുകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ളത് മേടിക്കുമ്പോൾ ആ മേടിക്കുന്ന കറണ്ടിൻ്റെ പൈസ കൊടുത്താൽ മതി. ഇത് നാട്ടുകാരൻ്റെ നികുതി പണത്തിൽ ഉണ്ടാക്കിയ ഡാം, നാട്ടുകാരൻ്റെ നികുതി പണത്തിൽ ഉണ്ടാക്കിയ പോസ്റ്റ്, നാട്ടുകാരൻ്റെ നികുതി പണത്തിൽ ഉണ്ടാക്കിയ കമ്പി, ഇതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടുകാരൻ്റെ ഇന്ന് കൊള്ളയടിച്ച് മേടിച്ചിട്ട് പിന്നെ ഇവൻ്റെ എല്ലാം വായിലിരിക്കുന്ന കൂടെ കേൾക്കേണ്ട കാര്യം തന്നെ ഇരിക്കുന്നത്. ഇനിയിപ്പം ഇതങ്ങ് അങ്ങനെ അല്ലെങ്കിൽ ഇതിനൊരു മന്ത്രി, പേഴ്സണൽ സ്റ്റാഫ്, വണ്ടി, കിണ്ടി, പിന്നെ ഇതിൻ്റെ പുറകെയുള്ള വയ്യാവലി എല്ലാം കൂടി ഒഴിവാക്കാം. വലിയൊരു തുകയുടെ ചിലവ് കുറയ്ക്കാം. ജനങ്ങൾക്ക് വളരെ മാന്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഈ സ്വകാര്യ മേഖലയിലേക്ക് ഇത് വന്നാൽ, സ്വകാര്യ മേഖലയിൽ ഇത് വന്നു കഴിഞ്ഞത് പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഇത് ഇവന്മാരുടെ അഹങ്കാരം തീരും. അതുകൊണ്ട് ഈ ഭരണങ്ങാനത്തെ KSEBയുടെ തലപ്പത്തോ കോട്ടയത്തെ KSEB, കോട്ടയം ജില്ലയിലെ KSEBയുടെ തലപ്പത്തോ യൂണിയൻകാരുടെ കോണാൻ കഴിയ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കാത്ത ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിനോദിനെതിരെ നടപടിയെടുക്കണം. അവൻ വീട്ടിൽ പോട്ടെ കുറച്ച് ദിവസം, അവൻ വീട്ടിൽ പോയിരിക്കും, അവന് മനസ്സിലാകും ഈ കറണ്ടിൻ്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ളത്. എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഈ ഭരണങ്ങാനത്തെ ഈ കൊള്ളുകലത്തന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ പൂഞ്ഞാറ് തെക്കേക്കര പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കര കാറ്റ് അടിച്ച് ഒരു പ്രദേശം മുഴുവൻ പോസ്റ്റൊടിഞ്ഞ് വീണിട്ട് ഒറ്റ ദിവസം കൊണ്ട് അവർ ഇടിയേയും മഴയെയും എല്ലാം അവഗണിച്ച് കൃത്യമായിട്ട് ചെയ്ത ജോലിക്കാരുമുണ്ട്. അങ്ങനെ പണിയെടുക്കുന്ന നല്ല ജോലിക്കാർക്ക് നാണക്കേടുണ്ടാക്കാൻ ഇതുപോലെയുള്ള ചില യൂണിയൻ്റെ ഇതിനകത്ത് പെടുന്ന ഈ വിനോദിനെ പോലെയുള്ള ചില അലവലാതി ആളുകളും എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, വല്ല പിള്ളേരും ഒക്കെ മരിച്ചു. ഇപ്പോൾ പാമ്പ് കടിക്കുന്നതിന് ഓരോ ദിവസവും പാമ്പ് കടിച്ച് മരിക്കുന്നതിനൊക്കെ ഇവിടെ വലിയ ഇതുണ്ട്. പിന്നെ പാമ്പ് കടിച്ച് മരിച്ച ആർക്കെതിരെ ഹർത്താൽ വെക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് വെക്കാത്തത്, അല്ലേ അതിനും ഹർത്താൽ വെച്ചനെ. എന്നാൽ കറണ്ട് അടിച്ച് മരിച്ചു കഴിഞ്ഞാൽ അത് മരിക്കാനുള്ള സാഹചര്യം വീണ് കഴിഞ്ഞാൽ അന്നേരം കറണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുകയോ അല്ലെ പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുകയോ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ മേലാത്ത ഇവരെ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ളവന്മാരെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തുകയും, സസ്പെൻഷൻ മാത്രമാക്കണ്ട അതങ്ങോട്ട് ഡിസ്മിസ് ആക്കി കൊടുത്തേക്കാമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വേറെ വല്ല പണിക്കും പൊക്കോളും. ആ ഡിപ്പാർട്ട്മെൻറ്റിനും നല്ലതായിരിക്കും. ഏതൊക്കെയായാലും കേരളത്തിൻ്റെ അധികാരികളോടും പുതുതായി വരാൻ പോകുന്ന ഗവൺമെൻറ്റിലുള്ളവരോടും പറയട്ടെ, ഇത് കമ്മീഷൻ മേടിക്കാനുള്ളൊരു വകുപ്പായിട്ട് ഇത് കൂട്ടരുത്.
ഇത് സ്വകാര്യ കമ്പനികൾക്ക് ഇപ്പം തന്നെ മെയിൻ്റനൻസ് കൊടുത്തിരിക്കുന്നത് പോലെ ഇതിൻ്റെ ഉൽപ്പാദനവും ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഇതിൻ്റെ വിതരണവും എല്ലാം സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്താൽ ഈ മൊബൈൽ പ്രീപെയ്ഡ് ചാർജ് ചെയ്യുന്നത് പോലെ ചാർജ് ചെയ്ത് ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും പറ്റും. ഇപ്പോൾ NHPCയുടെയോ അല്ലെങ്കിൽ NTPCയുടെയോ അദാനി പവറോ ഏതായാലും നമ്മളെടുത്തല്ലേ ടാറ്റ പവർ എടുത്തു, നമുക്ക് ഒരുത്തനെ പറ്റുന്നില്ല, നമുക്ക് JSWയിലോട്ടൊന്ന് മാറും എന്ന് പറഞ്ഞാൽ മതി, മര്യാദയ്ക്ക് ചെയ്തോളും. ഇവനെ ഒന്നും നമ്പേണ്ട കാര്യമില്ല. കയ്യിലിരിക്കുന്ന നികുതിപ്പണം മുഴുവൻ കൊടുത്തിട്ട് ഇവൻ്റെ എല്ലാം മുമ്പിൽ കുമ്പിടേണ്ട കാര്യമില്ലെന്നും ഇതിനുള്ള നടപടികൾ എടുക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.